ബി.ജെ.പി. നേതാവ് വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തട്ടിപ്പ്. പാലക്കാട് മുണ്ടൂരിൽ പാതിവില തട്ടിപ്പ് നടത്തിയത് നാഷണൽ യുവ സൊസൈറ്റിയാണ്. ബി.ജെ.പി. നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് സൊസൈറ്റി മുണ്ടൂരിൽ പ്രവർത്തിക്കുന്നത്. പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയിലേക്ക് മാർച്ച് നടത്തി. പാലക്കാട് മുണ്ടൂരിലാണ് നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാതിവില തട്ടിപ്പ് നടത്തിയത്. ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനായിരുന്നു നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസ്ഥാനത്തെ സ്ഥാപക പ്രസിഡന്റ്. പാലക്കാട് ജില്ലയിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നത്. ബി.ജെ.പി. നേതാക്കളുടെ അറിവോടെയാണ് മുണ്ടൂരിൽ പാതിവില തട്ടിപ്പ് വ്യാപകമായി നടന്നതെന്ന് CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ് പറഞ്ഞു. ബി.ജെ.പിയുടെ നേതൃത്വത്തിലാണ്. കൃഷ്ണകുമാറാണ് ഈ സൊസൈറ്റിയുടെ ജില്ലയുടെ പ്രസിഡന്റ്. ഇവിടെയുള്ള പ്രസിഡന്റ് വിനോദ് ചന്ദ്രൻ എന്ന് പറഞ്ഞ OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. അവർക്ക് പൈസ കൊടുത്തിട്ടാണ്. ഇപ്പോൾ ഇതിന്റെ സെക്രട്ടറി ബി.ജെ.പിയുടെ നേതാവാണ്. ഡയറക്ടർ ബോർഡ് മാധവദാസ് മുണ്ടൂർ പഞ്ചായത്ത് അംഗമാണ് ബി.ജെ.പിയുടെ. ബി.ജെ.പിയും കോൺഗ്രസും ഒരുമിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ലാലി വിൻസെന്റ് ആണ് ഇതിന്റെ നിയമ ഉപദേശക. മാത്യു കോയിൽനാടിന് കാശ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് കാശ് വാങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസും ബി.ജെ.പി ഒരു കൊള്ളശങ്കം പോലെ നടത്തുകയാണ്. 276 പേരാണ് മുണ്ടൂരിലെ നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിയിൽ ചേർന്നത്. പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് കോടികളാണ് തട്ടിയത്. ഇരുചക്ര വാഹനത്തിന്റെ വിലയായി 60,000 രൂപയും മറ്റു ചാർജുകളായി 5,900 രൂപയുമാണ് ഓരോരുത്തരിൽ നിന്നും ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി പിരിച്ചത്. തട്ടിപ്പിനിരയായവരുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയിലേക്ക് മാർച്ച് നടത്തി. CPIM പ്രതിഷേധത്തെ തുടർന്ന് സൊസൈറ്റി പോലീസ് പൂട്ടിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.